അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം. അബ്രഹാമിൻ്റെ ബലഹീനതയിൽ സർവശക്തനായി വെളിപ്പെടുന്ന ദൈവം. കാനായിലെ കല്യാണത്തിന് നമ്മൾ കാണുന്നുണ്ട്, വീഞ്ഞു ഭരണികൾ വറ്റിയപ്പോൾ, കാലിയായപ്പോൾ ഇടപെടുന്ന ദൈവപുത്രൻ. നമ്മൾ എന്തുമാത്രം കാലിയാകുന്നു, ശൂന്യമാകുന്നു, അത്രയും അധികമാണ് ദൈവത്തിൻ്റെ പകർച്ച. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്, 5-ൽ പറയുന്നത്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗം നിങ്ങളുടെ അകത്ത്. റോമാലേഖനം ഇതിനെക്കുറിച്ച് പറയുന്നത്, നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തതുപോലെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും എന്ന് ദൈവം പറഞ്ഞപ്പോൾ. ഇത് രണ്ടും രണ്ട് കാലഘട്ടങ്ങളിലാണ്. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ലാണ്. അന്ന് അബ്രഹാമിന് 75 വയസ്സാണ്. ഇവണ്ണമാകുമെന്ന് പറഞ്ഞതുപോലെ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന് അരുളി ചെയ്തപ്പോൾ, അത് ഇപ്പോൾ നമ്മൾ വായിച്ച 17-ാം അധ്യായത്തിൽ അബ്രഹാമിന് 99 വയസ്സായി. അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും, എന്ന് പറഞ്ഞാൽ ശരീരം ക്ഷീണിച്ചിട്ടും, സാഹചര്യം പ്രതികൂലമായിട്ടും മനസ്സ് ക്ഷീണിച്ചില്ല, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. കാലേബ് പറയുന്ന പോലെ, യോശുവയോട് പറയുന്ന പോലെ, എനിക്ക് 85 വയസ്സായി, പക്ഷേ 40-ാമത്തെ വയസ്സിൽ എനിക്ക് വാഗ്ദത്തം കിട്ടുമ്പോൾ എൻ്റെ മനസ്സും ശരീരവും എങ്ങനെയാണ് അതുപോലെയാണ് ഇപ്പോഴും. ഇതൊരു ദൈവഭക്തന് കിട്ടുന്ന പ്രിവിലേജാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ ദീർഘായുസ് പ്രാപിക്കാം, അനുഗ്രഹം പ്രാപിക്കാം. മോശ 130 വയസ്സുള്ളവനായി കണ്ണുമങ്ങാതെയും ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. സാധ്യമാണ് കർത്താവിൻ്റെ കൂടെ നടക്കുന്നവന് ദേഹബലം, കണ്ണുമങ്ങാതിരിക്കൽ ദൈവം തരാൻ വിശ്വസ്തനാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ. എന്തായാലും സർവശക്തിയുള്ള ദൈവം അബ്രഹാമിൻ്റെ ബലഹീനതയിൽ വെളിപ്പെട്ടു. അതാണ് നമ്മുടെ വിഷയം. ഇസഹാക്കിനും സർവശക്തിയുള്ള ദൈവം വെളിപ്പെട്ടു, യാക്കോബിനും സർവശക്തനായ ദൈവം വെളിപ്പെട്ടു. ഇത് പറയാൻ കാര്യം, മോശയോട് ഇടപെടുമ്പോൾ ദൈവം പറയുന്നു, ഞാൻ സർവശക്തിയുള്ള ദൈവമായി അവർക്ക് വെളിപ്പെട്ടു, എന്നാൽ നിന്നോട് ഞാൻ യഹോവ എന്ന നാമത്തിലാണ് വെളിപ്പെടുന്നത്. അപ്പോൾ ഈ സർവശക്തിയുള്ള ദൈവമായി വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ 1-ൽ പറയുന്ന പോലെ, വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. വെളിച്ചം വെളിപ്പെടുന്നത് ഇരുട്ടിലാണ്. അബ്രഹാമിനോട് ആദ്യമേ പറഞ്ഞു, നിന്റെ സന്തതി ഇവണ്ണമാകും. എപ്പോഴാണ്? നിന്റെ രാത്രിയാകുമ്പോഴാണ് ഈ നക്ഷത്രം തെളിയുന്നത്. നക്ഷത്രം പകലേ ഉണ്ട്, പക്ഷെ അത് കാഴ്ചയ്ക്ക് വെളിപ്പെടുന്നത്, ഭംഗി വെളിപ്പെടുന്നത്, തേജസ് വെളിപ്പെടുന്നത്, അട്രാക്ഷനാകുന്നത്, അതിൻ്റെ വാല്യൂ, ഇതിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് ഇരുട്ടിലാണ്. ഇതുപോലെ ദൈവഭക്തനായ മനുഷ്യൻ, അവൻ തെളിയുന്നത്, സ്റ്റാറാകുന്നത് പ്രതികൂലങ്ങളിലാണ്, ബുദ്ധിമുട്ടുകളിലാണ്. അതങ്ങനെ വെച്ചിരിക്കുക ദൈവം. എന്തിനാ? എന്നെ സ്നേഹിക്കുന്നവൻ, എന്നെ അറിയുന്നവൻ വിട്ടുപോകുകയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. കുറേ ശിഷ്യന്മാരൊക്കെ വിട്ടുപോയല്ലോ. അപ്പോൾ കർത്താവ് തൻ്റെ ഇടത്തോടെ ചോദിച്ചു, പത്രോസിനോടും കൂട്ടരോടും, നീക്ക് പോണേ പോവാം, ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല. പത്രോസ് പറഞ്ഞു, ആരുടെ അടുത്ത് പോകും ഞങ്ങൾ? നിന്നെപ്പോലെ ആരുണ്ട്? പോകാൻ ഒരിടവും ഇല്ല, ഞങ്ങൾ പോകത്തില്ല. നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്, ജീവനും ഭക്തിക്കും വേണ്ടിയത് നിൻ്റെ പക്കലുണ്ട്. ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനുള്ള ലോകത്തിൻ്റെയും വേണ്ടിയത് കർത്താവേ നിൻ്റെയും മാത്രമേ ഉള്ളൂ. അബ്രഹാമിന് 99-ാമത്തെ വയസ്സിൽ പ്രത്യക്ഷനാകുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇരുട്ടാണ്. ശാരീരിക പ്രശ്നം ഒരു വശത്ത്, സാറയുടെ ബലഹീനത മറ്റൊരു വശത്ത്. പക്ഷേ ഇതിനെ രണ്ടിനെ അലട്ടുന്ന വലിയൊരു വിഷയം അവിടെ ഉണ്ട്. അത് മാനസിക പ്രശ്നമാണ്. 86-ാമത്തെ വയസ്സിൽ ജന്മം കൊടുത്തു ഒരു ഇശ്മയേലിന്. ആ ദാസിയും മകനും മൂലമുണ്ടായ അസ്വസ്ഥത. അബ്രഹാമിന് ഹാഗാറിൽ ജനിച്ച സന്തതി പരിഹാസി. കാര്യം കുഞ്ഞിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ സ്വസ്ഥത പോയി, ആകെ ഒരു ടെൻഷനുമായി. ദൈവഹിതമല്ലാത്തൊരു കാര്യത്തിലേക്ക് ഞങ്ങൾ പോയോ എൻ്റെ കർത്താവേ എന്നൊരു ചിന്തയും വന്നു. ആ ചിന്തയാണ് ഏറ്റവും വലിയ ദുഃഖം. പക്ഷേ 99-ൽ വെളിപ്പെട്ടിട്ട് ദൈവം പറയുകയാണ്, സ്നേഹിതനോടെന്ന പോലെ പറയുകയാണ്, അബ്രഹാമേ ഞാൻ സർവശക്തനാണ്, ഞാൻ ദൈവമാണ്. അബ്രഹാം സാഷ്ടാംഗം വീണെന്ന് പറഞ്ഞാൽ
വയറ് നിലത്തോട് പറ്റിയിരിക്കുന്നുവെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. വയറ് നിലത്തോട് പറ്റുന്ന കമന്നടിച്ച് വീഴുമ്പോഴാണ്, ഭൂമിയോളം താഴുമ്പോഴാണ് ഈ മനുഷ്യൻ കമന്നടിച്ചങ്ങ് വീഴും. കരഞ്ഞോണ്ടാണ് വീഴുന്നത്. ഈ സങ്കടമൊക്കെ ഇപ്പോഴൊന്ന് ഇറക്കി വെക്കണം. കർത്താവ് പറഞ്ഞ്, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്. ഞാൻ പണ്ടൊരു നിയമം ചെയ്തിരുന്നു. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. കാര്യങ്ങളെല്ലാം പറഞ്ഞു, പരിച്ഛേദനയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, നിന്റെ ഭാര്യ സാറായി, അവളുടെ പേര് ഞാൻ മാറ്റാൻ പോകണം. അവളുടെ പേര് സാറാ. ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്നൊരു മകനെ തരും. അബ്രഹാം കവിണ്ണ് വീണ് ചിരിച്ചു. കുറച്ചു മുമ്പ് കവിണ്ണ് വീണ് കരഞ്ഞവൻ ഇപ്പൊ കവിണ്ണ് വീണ് ചിരിച്ചു. എന്തിനാ കവിണ്ണ് വീണ് ചിരിച്ചെന്നറിയാമോ? ഞാൻ ചിരിക്കുന്ന ദൈവം കാണല്ലോ എന്ന് വിചാരിച്ച അത്ര നിഷ്കളങ്കമായിട്ടാണ് ഇടപെടുന്നത്. ദൈവം തന്നെ പറയാം, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ദൈവത്തോട് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇടപെടുക. ദൈവം എന്ത് ചെയ്ത്? കയ്യോടെ പിടിച്ച്. കൊച്ചുങ്ങളെ കയ്യോടെ പിടിക്കുന്നവർക്ക് ദൈവം കയ്യോടെ പിടിച്ച്. കൊച്ചിന് ഇസ്ഹാക്ക് എന്ന് പേരിടാം. ഇസ്ഹാക്ക് എന്ന് പറഞ്ഞാൽ ചിരി എന്നാണ്, ലാഫ്റ്റർ. അപ്പോൾ അബ്രഹാമിൻ്റെ ചിരി നിന്നു. കാര്യം സീരിയസ് ആയി. ആ സീരിയസ് ആയതുകൊണ്ടാണ് അവൻ്റെ ശരീരത്തിൽ മാറ്റം വന്നതും അവൻ ബലവാനായതും ബഹുജാതികൾക്ക് പിതാവായത്. ബഹുജാതി എന്ന് പറഞ്ഞാൽ അവൻ ഇസ്ഹാക്കിന് പിതാവാണ്, ഇസ്മേലിന് പിതാവാണ്, പിന്നെ കെതൂറയിലുള്ള കുറേ മക്കളുണ്ട്, അവർക്ക് പിതാവാണ്. സാറയുടെ കേസിൽ സാറ കൂടാരവാതിൽക്കൽ നിന്ന് കേൾക്കുന്നുവെന്ന് നമ്മൾ അത് കഴിഞ്ഞ് വരുന്ന അധ്യായത്തിൽ കാണുന്നുണ്ട്. അത് 18-ാം അധ്യായത്തിലാണ്. അവിടെ സാറ കൂടാരവാതിലിൻ്റെ മറവിൽ നിന്ന് ചിരിച്ചു. ഈ ദൂത് തന്നെ കേട്ടിട്ട് കൂടാരവാതിലിൻ്റെ മറവിൽ നിൽക്കുന്ന സാറ ചിരിച്ചത് മരത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന യഹോവ കേട്ടു. സാറ ഉള്ളിലാ ചിരിച്ചത്. യഹോവ കേട്ടിട്ട് അറിഞ്ഞിട്ട് അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചതെന്ത്? യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? സാറ ഭയപ്പെട്ടു. ഇല്ല, ഞാൻ ചിരിച്ചില്ല. അങ്ങനെയല്ല, നീ ചിരിച്ചു. ഹല്ലേലൂയ. ആ ഭയമില്ല, ആ ഭയമാണ് പിന്നീട് വിശ്വാസമായി മാറും. ദൈവ ഭയം വരും. ആ ഭയം വന്നപ്പോൾ അത് വിശ്വാസമായി മാറി. ചില ദുഃഖങ്ങൾ വരും. കൊരിന്ത്യരോട് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ദുഃഖിച്ചതിലല്ല ഞാൻ സന്തോഷിക്കുന്നത്, ആ ദുഃഖം മാനസാന്തരത്തിന് കാരണമായതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ചില വിഷയങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഭയങ്ങളൊക്കെ ഇടുന്നതിനാണ്. അത് നന്മയ്ക്കാണ്, മിടുക്കനാകാൻ വേണ്ടിയാണ്, പ്രയോജനമുള്ളവനാകാൻ വേണ്ടിയാണ്, ദൈവാഗ്രഹിക്കുന്ന കരുത്തനാകാൻ വേണ്ടിയാണ്. ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിലേക്ക് വന്നേ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ടിലാണ് സർവശക്തനായ ദൈവം വെളിപ്പെടുന്നത്. അത് 28-ാം അധ്യായം 3-ാം വാക്യത്തിലാണ്. ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുമ്പോഴാണ് പറയുന്നത്, സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനാണ് എന്ന് അബ്രഹാമിനോട് പറഞ്ഞ പോലെ ഇസ്ഹാക്കിനോട് ദൈവം പറഞ്ഞില്ല. പക്ഷേ മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ അരുളപ്പാട് കിട്ടിയവരാണ് ഇവര്, ഭാര്യയും ഭർത്താവും. എന്നിട്ടും മൂത്തവനെ അനുഗ്രഹിക്കാൻ പോയവനാണ് ഇസ്ഹാക്ക്. അത് മാറിപ്പോയപ്പോൾ അനുഗ്രഹവും മേടിച്ച് യാക്കോബ് പോയി കഴിഞ്ഞ് ഏസാവ് വരുമ്പോൾ വചനത്തിൽ എഴുതിയിരിക്കണം, ഇസ്ഹാക്ക് അത്യന്തം ഭ്രമിച്ച് നടുങ്ങി. അവൻ ചതിച്ചുകൊണ്ട് പോയതിലല്ല, ഇളയവൻ പറ്റിച്ചതിലല്ല, മൂത്തവന് കിട്ടാഞ്ഞതിലുമല്ല. ഞാനങ്ങ് പെട്ടുപോയല്ലോ ഭർത്താവേ, ഞാനത് മറന്നുപോയല്ലോ. ദൈവം സർവശക്തൻ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അവൻ നിവർത്തിക്കും. അതുകൊണ്ട് പിന്നീട് യാക്കോബിനെ വിളിച്ച് സമാധാനമായിട്ട് അബ്രഹാമിൻ്റെ അനുഗ്രഹം അവന് കൊടുത്ത് പറഞ്ഞേക്കുന്നത്. യാക്കോബിൻ്റെ ജീവിതത്തിലും ഇരുട്ടിലാണ് സർവശക്തനായവൻ വെളിപ്പെടുന്നത്. 48-ാം അധ്യായത്തിൽ യാക്കോബ് ജോസഫിനോട് പറയുകയാണ്, സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിൽ ഊസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനാകുമ്പോൾ സർവശക്തിയുള്ള ദൈവം എന്ന് ദൈവം പറയുന്നില്ല. പക്ഷേ ജോസഫ് മരിച്ചു എന്ന് വിചാരിച്ച് 22 വർഷം കരഞ്ഞൊരു മനുഷ്യൻ. എനിക്ക് ആരംഭത്തേക്കാൾ നല്ലൊരു അവസാനം കിട്ടിയില്ലല്ലോ ദൈവമേ, ഇസ്രയേൽ എന്ന പേര് പ്രാപിച്ച എനിക്ക് ഇത്ര ഒരു ദുഃഖകരമായ എൻഡാണല്ലോ കർത്താവേ എന്ന് നിലവിളിച്ചൊരു മനുഷ്യൻ. 2-ാം പ്രാവശ്യം ആഹാരം കൈക്കൊള്ളാൻ പോയ മക്കൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി ഓടി വന്നിട്ട്, അപ്പാ ജോസഫ് ജീവനോടിരിക്കുന്നപ്പാ, അവൻ മിസ്രയീം ദേശത്തിനൊക്കെ അധിപതിയാകുന്നപ്പാ എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഞെട്ടിപ്പോയി, വിശ്വസിച്ചില്ല. ജോസഫ് മിസ്രയീമിൽ നിന്ന് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിൻ്റെ ചൈതന്യം വന്നു. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധാരം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളുടെ കസർത്ത് കൊണ്ടൊന്നും ഇത് നടക്കില്ല. ദൈവത്തിൻ്റെ ശക്തി തന്നെ ആയിരിക്കേണ്ടതിന് എൻ്റെ വചനവും പ്രസംഗവും ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തവർ, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ദൈവത്തിന് കൊള്ളാവുന്നവരെന്ന് തോന്നുന്നവർ
അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ചില കാലതാമസം വരും. അല്പം നിന്നയോ അപമാനമോ ഒക്കെ വന്നെന്ന് തോന്നും. മറ്റുള്ളവരെ പോലെ പെട്ടെന്നൊരു ഡെലിവറൻസ് കിട്ടിയില്ല എന്ന് വരും. പക്ഷേ ഓർത്തുകൊള്ളുക, ദൈവം കൂടെയുണ്ട്. വരുവാനിരിക്കുന്ന തലമുറ, ജനിപ്പാനിരിക്കുന്ന മക്കൾ എഴുന്നേറ്റ് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. ജീവിതത്തിലെ ഇരുട്ട്, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, വാഗ്ദത്ത നിവൃത്തിയുടെ കാലതാമസം എല്ലാം നന്മയ്ക്കായിട്ട് ദൈവം മാറ്റും. മഹത്വത്തോടെ ഒരു വിടുതൽ തരും. അടുത്ത തലമുറയെ ഓർത്ത് നിങ്ങൾക്ക് സമാധാനത്തോടെ ഇരിക്കാം. ദൈവം നിങ്ങളിലൂടെ അത് നിവർത്തിക്കും, മാനിക്കും. നിങ്ങൾ ദൈവത്തിന് സമ്പത്താണ്, ദൈവസഭയുടെ സമ്പത്താണ്. നിങ്ങളൊരു അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കുന്നു. ആമേൻ.